വെൽക്കം ടു നെക്സ്റ്റ് ഡേ ഇൻ തായ്ലൻഡ് ട്രിപ്പ്. നമ്മളങ്ങനെ ബാങ്കോക്കിൽ നിന്ന് ഫുക്കറ്റിലേക്ക് ഫ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ തായ്ലൻഡ് വീഡിയോസിൽ കാണുമ്പോഴുള്ള ഒരു ബ്ലൂ കളറുള്ള സീയില്ലേ, ആ ഒരു സീ കാണാനാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ ബാങ്കോക്ക് ടു ഫുക്കറ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. നോക്ക് എയറിൻ്റെ ഫ്ലൈറ്റിലാണ് പോയത്. നമുക്ക് കുറച്ചും കൂടി ഫസ്റ്റ് കയറിയ ഫ്ലൈറ്റിനേക്കാളും കുറച്ചും കൂടി കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റിയത് ഈ ഒരു ഫ്ലൈറ്റിലായിരുന്നേ. ഇങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നടന്ന് കയറുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ നടന്നില്ല. അപ്പോൾ കുറച്ച് റഷായി ഒരു ഓടിക്കയറ്റമായിട്ടായിരുന്നു നമ്മൾ ബസ്സിലൊക്കെ. അയ്യോ ബസ് പോവല്ലേ എന്ന് പറഞ്ഞ് നിർത്തി ഓടിക്കയറില്ലേ, അതുപോലെ ലാസ്റ്റ് ടൈം ഏറ്റവും അവസാനം ആ ഫ്ലൈറ്റിൽ കയറിയത് ഞങ്ങളായിരുന്നു. അതുപോലെ കയറിയ കാരണം ഈ ഒരു ഫ്ലൈറ്റിൽ കയറിയ വീഡിയോസൊക്കെ നല്ലൊരു സേഫായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളൊരു നൈറ്റ് ടൈം ആയപ്പോഴാണ് ഫുക്കറ്റിലെത്തിയത്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഫുക്കറ്റിലുള്ള റൂമിലേക്ക് നമ്മൾ ബൈ ബസ്സാണ് പോയത്. അപ്പോഴേക്കും നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയിരുന്നു എങ്ങനെ ട്രാവൽ ചെയ്യണം, എങ്ങനെയാണ് ബസ് കിട്ടുക, അങ്ങനെയൊക്കെ ഒരു ഐഡിയ അപ്പോഴാണ് കിട്ടിയത്. അല്ലാതെ ആദ്യത്തെ 2 ദിവസങ്ങളൊന്നും നമുക്ക് അറിയുന്നില്ല. നമ്മൾ കൂടുതലും ടാക്സി വിളിച്ചിട്ടാണ് പോയിരുന്നത്. ദെൻ നമ്മൾ അടുത്ത ദിവസം കാണാനായിട്ട് പോയിരുന്നത് ഫിഫി ഐലൻഡ് ടൂറായിരുന്നു. നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ആ ഒരു ബ്ലൂ പാരഡൈസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് ആ ഒരു ബ്ലൂ കളറുള്ള സീ വാട്ടർ കാണാനും അവിടെ എൻജോയ് ചെയ്യാനായിരുന്നു. ഒരു 1 ഡേ ഒരു ടൂർ പാക്കേജ് പോലെ നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. അവർ നമ്മളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് എത്തിയിരുന്നു. ആ ഒരു ദിവസത്തേക്കുള്ള ഫുഡും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കും ഇതിൽ വരിക. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബീച്ചിലേക്ക് ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് മോഷൻ സിക്നെസ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ബോട്ടിൽ കയറുമ്പോൾ നമുക്കൊരു ഉറക്കം എന്നുള്ളൊരു ഫീല് കൂടുതലായിട്ടുണ്ടായിരിക്കും. അല്ലാതെ വേറെ ഇഷ്യൂസോ ഞങ്ങൾക്ക് വന്നിരുന്നില്ല. ഐലൻഡ് ടൂർ എടുക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഓണാവും. നമുക്ക് ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ക്ഷീണോ അങ്ങനെയൊന്നും തോന്നില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സീനറീസ് ഉള്ള നല്ലൊരു പ്ലേസ് ആയിരിക്കും. ഈ ഒരു സ്ഥലത്തും നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളേർഡ് ആയിട്ടുള്ള മീനുകളൊക്കെ നമുക്ക് അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. ഞാനൊരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്കിങ്ങനൊരു സ്ഥലത്ത് എത്താൻ പറ്റുമെന്നും അങ്ങനെ ഇങ്ങനൊരു കാഴ്ചകളൊക്കെ കാണാനൊക്കെ പറ്റുന്നു. അതിൽ ഞാൻ ആ ഒരു സമയത്ത് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിരുന്നു. അങ്ങനെ ഈ ഒരു യാത്ര ചെയ്യാൻ പറ്റിയതിലും ആ ഒരു സ്ഥലം എത്തിയതിലൊക്കെ. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മായാ ബേ എന്നുള്ളൊരു നാഷണൽ പാർക്കിലേക്കാണ്. ഒരു ഫിഫി ഐലൻഡ് ടൂറിൻ്റെ മെയിൻ അട്രാക്ഷനാണ് മായാ ബേ.
ഒരു മായാബേ എന്ന് പറഞ്ഞാൽ നാഷണൽ പാർക്കിലേക്ക് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇത്ര നേരം നമ്മൾ കണ്ട ബീച്ചല്ല ഈ ഒരു ബീച്ച്. ആ കണ്ട ഒരു ബീച്ചിനേക്കാളും എത്രയോ മടങ്ങി ബ്യൂട്ടിഫുൾ ആണെന്നറിയോ ഒരു മായാബേ എന്നുള്ള ബീച്ച്. ഇതൊരു നാഷണൽ പാർക്ക് ആയ കാരണം നമുക്ക് ഇത്ര റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നേരം നിൽക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അത്രയ്ക്കും ഭംഗിയുള്ള ബ്ലൂ കളർ വാട്ടറായിരുന്നു. നമുക്കത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. അത്രയ്ക്ക് രസം. നമ്മൾ സൂര്യയുടെ ഒരു മൂവിയിലൊക്കെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള സീനുകളൊക്കെ നമ്മുടെ കണ്ണിലൂടെ ഇങ്ങനെ മിന്നി പറഞ്ഞു പോയി ഒരു സമയത്ത്. ലാസ്റ്റ് നമ്മളൊരു ബീച്ചിലെത്തിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സൺസെറ്റും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഫിഫി ഐലൻഡ് ടൂർ അന്നത്തെ അവസാനിച്ചത്. ഈ ഒരു ബീച്ചിലെത്തിയപ്പോഴേക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റാത്തുള്ളൊരു വിഷമമൊക്കെ മാറിയത് ഇവിടെ എത്തിയപ്പോഴായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് നമ്മൾ നടക്കുന്ന ആ ഒരു ബീച്ച് സൈഡിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ആ സ്നോർക്കലിംഗ് ഗ്ലാസ്സസൊക്കെ വെച്ചിട്ട് ഫിഷൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അന്നത്തെ നൈറ്റ് നമ്മൾ ഫുക്കറ്റിലെ ഓൾഡ് ടൗൺ കൂടി കാണാനായിട്ട് ഇറങ്ങിയിരുന്നു. നമ്മൾ മറ്റേ സ്കീമായിരുന്നല്ലോ, തളരില്ല രാമൻകുട്ടി എന്നുള്ള പോലെ എന്തൊക്കെ കാണാൻ പറ്റും അതൊക്കെ കാണാമെന്നുള്ളൊരു മൂഡിലായിരുന്നു. പക്ഷെ നമുക്ക് അത്ര വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുക്കറ്റ് ഓൾഡ് ടൗൺ കാണാൻ പോയിരുന്നു. നമ്മുടെ നാട്ടിൽ ഫോർട്ട് കൊച്ചിയിലുള്ള പോലത്തെ അങ്ങനത്തെ ഒരു സ്ട്രീറ്റും അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഷോപ്പുകളുമായിരുന്നു. കുറച്ചൊരു എക്സ്പെൻസീവ് ഏരിയ ആയിരുന്നു ഈ ഒരു പ്ലേസ് വരുന്നത്. നമ്മൾ നെക്സ്റ്റ് ഡേ ആക്ച്വലി നമ്മൾ നാട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നിരുന്നത് ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ന് പോയ പോലത്തെ വേറൊരു ഐലൻഡ് ടൂർ കൂടി ഉണ്ടായിരുന്നു. അതിന് പോകാമെന്നായിരുന്നു. നമ്മൾ ഇന്ന് പിന്നെ ഒരു ഐലൻഡ് ടൂർ പോയപ്പോൾ നമുക്ക് തോന്നി ഇതേ ഒരു സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണണ്ട. പിന്നെ നമുക്ക് അല്ലുക്കുട്ടിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്നുള്ളൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ജെയിംസ് ബോണ്ട് ഐലൻഡിലുള്ള ടൂർ നമുക്ക് ക്യാൻസലാക്കിയിട്ട് പകരം വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുള്ളൊരു മൈൻഡിലായി നമ്മൾ.
അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ വേറൊരു സ്ഥലത്തേക്കാണ് പോയത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.